നമ്മളൊക്കെ ഉമ്മയെക്കുറിച്ച് പറയാറുണ്ട്. 10 മാസക്കാലം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, അതിനുശേഷം ഒരുപാട് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഉമ്മ. അതേപോലെ തന്നെ ആ ഉമ്മയുടെ കാൽച്ചുവട്ടിൻ്റെ അടിയിലാണ് സ്വർഗമുള്ളത്. ഉമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുത്താലേ, ഉമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും പരിഗണനയും കൊടുത്താൽ മാത്രമേ ആ സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ നാം എല്ലാവരും പാടെ മറന്നു പോകുന്ന ഒരു മുഖവുമുണ്ട് വീട്ടിൽ, നമ്മുടെ ഉപ്പ. ആ ഉപ്പയുടെ കഷ്ടപ്പാടുകൾ, ആ ഉപ്പ സഹിച്ച യാതനകളും വേദനകളും അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളും ഒരുപാട് മക്കൾക്ക് അത് അറിയുന്നില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് പോവുകയും രാത്രി ഇരുട്ടിയ സമയത്തായിരിക്കും ആ പിതാവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ പാവം അനുഭവിച്ചിട്ടുണ്ടാകും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. അതൊരിക്കലും മക്കളോട് പറയില്ല. നിനക്ക് ഉപ്പയോടാണോ ഉമ്മയോടാണോ സ്നേഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്കെൻ്റെ ഉമ്മയോടാണ്. കാരണം എന്നെ 10 മാസം വയറ്റിലിട്ട് പോറ്റി വളർത്തിയത് എൻ്റെ ഉമ്മയല്ലേ എന്ന് മറുപടി പറയുമ്പോൾ ഒരിക്കലും ഉമ്മ അവിടെ നിന്ന് സന്തോഷിക്കില്ല. ഒരിക്കലും ഉമ്മ അവിടെ നിന്ന് ഞാനാണ് എൻ്റെ മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ഉമ്മ സന്തോഷിക്കില്ല. കാരണം ആ ഉമ്മയ്ക്കറിയാം എന്നേക്കാളും കഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഭർത്താവായ ഇവൻ്റെ ഉപ്പയാണ്. അഥവാ ഒരുപാട് എന്നെ എങ്ങനെ ആക്കുവാനും എൻ്റെ മകനെ എങ്ങനെ വളർത്തുവാനും എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ഒരുപാട് ഉണ്ട് എന്ന് ആ ഉമ്മയ്ക്കറിയാം. ഓരോ ഉമ്മമാരും ആ ഉപ്പ അനുഭവിച്ച ഓരോ കഷ്ടപ്പാടുകളും ഓരോ യാതനകളെയും വേദനകളെയും സമയം കിട്ടുമ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഓരോ മക്കളും തൻ്റെ ഉമ്മയെയും തൻ്റെ ഉപ്പയെയും ഒരേപോലെയാണ് സ്നേഹിക്കേണ്ടത്.